ഹൈജീനിക്സ് ലൈഫ് റിജുവനേഷൻ നേച്ചർ ക്യാമ്പിലെ ആളുകളുടെ താമസം എങ്ങനെയാണ്. നമ്മൾ 3 നൈറ്റ് നമ്മുടെ ക്യാമ്പിൽ സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഒരു റെസിഡൻഷ്യൽ പ്രോഗ്രാമാണിത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ താമസം എങ്ങനെയാണെന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ഒരാൾ വരികയാണെങ്കിൽ, സിംഗിളായിട്ട് ഒരാൾ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ഡോർമെറ്ററി അക്കോമഡേഷൻ സഹിതമുള്ള ഒരു ഫീസ്, ഞാനെപ്പോൾ പറയുന്നത് ജനറൽ ഫീസാണ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഡോർമെറ്ററി അക്കോമഡേഷൻ ആയിരിക്കും. ഡോർമെറ്ററി എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് ഡോർമെറ്ററി ഉണ്ട്. ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള, വളരെ കംഫർട്ടായിട്ട് താമസിക്കാൻ കഴിയുന്ന, വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള, അങ്ങനെ കൺജസ്റ്റഡ് ആയിട്ടുള്ള കുറേ ആളുകൾ വളരെ അടുപ്പിച്ച് കിടക്കേണ്ടത് അങ്ങനെ ഒരു രീതിയിലൊന്നുമല്ല. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള, ഓരോരുത്തർക്കും അവരവരുടെ പ്രൈവസിയും കൂടി ഉറപ്പുവരുത്തിക്കൊണ്ട് ഓരോരോ ഭാഗത്തായിട്ട് കിടക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഡോർമെറ്ററി ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ജെൻസിനുള്ള ഡോർമെറ്ററി ഉണ്ട്, ലേഡീസിനുള്ള ഡോർമെറ്ററി ഉണ്ട്. കൂടാതെ നമുക്ക് 7 റൂമുകളുണ്ട്. നമ്മുടെ ഹൈജീനിക്സ് ലൈഫ് അക്കാദമി പുകയൂണി ഇക്കോ ഫാമിൽ 7 ഫാമിലി റൂമുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഫാമിലി ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്ക്, നമ്മൾ 2 പേര് ഒരുമിച്ച് നിങ്ങൾ വീട്ടിൽ നിന്ന് ഒരുമിച്ച് രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്കുള്ള റൂമുകൾ നമ്മൾ നൽകുന്നതായിരിക്കും. അപ്പോൾ അതിനുള്ള സ്പെഷ്യൽ ചാർജ് കൂടി നൽകണം. റൂമിനുള്ള ഒരു അധിക ചാർജ് ഉണ്ട്. അത് നമുക്കൊരു പാക്കേജ് ആയിട്ടാണ് നമ്മൾ നൽകുക. അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ടത് പറഞ്ഞു തരുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയായിരിക്കും. അതുമാത്രമല്ല, കുറച്ചും കൂടി കംഫർട്ടായിട്ടുള്ള ഒരു നമ്മുടെ ഫാം സ്റ്റേ സൗകര്യങ്ങൾക്കൊക്കെ കൊടുക്കുന്ന, ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ആളുകൾക്കൊക്കെ താമസിക്കാൻ നൽകുന്ന 2 കോട്ടേജുകളുണ്ട്. അപ്പോൾ അത് കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർക്കോ അല്ലെങ്കിൽ കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ട് നിൽക്കണം എന്നുള്ള രീതിയിൽ, കുറച്ചും കൂടി ഒരു എന്താ പറയേണ്ടത്, പ്രീമിയം ആയിട്ടുള്ള ഒരു സംഭവത്തിൽ നിൽക്കണം എന്നുള്ള ആളുകൾക്ക് കൊടുക്കുന്ന 2 കോട്ടേജുകളുണ്ട്. അപ്പോൾ 2 കോട്ടേജുകളുണ്ട്. കൂടാതെ 5ഓളം ഫാമിലി റൂമുകളുണ്ട്, ബജറ്റ് റൂമുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്ത്രീകൾക്കുള്ള ഡോർമെറ്ററി ഉണ്ട്, പുരുഷന്മാർക്കുള്ള ഡോർമെറ്ററി ഉണ്ട്. ഇത്രയാണ് നമ്മുടെ ക്യാമ്പിലെ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും പുതിയ മോഡേൺ രീതിയിലുള്ള ടോയ്ലറ്റ് ഉണ്ട്. വളരെ ഹൈജീനിക് ആയിട്ടുള്ള, വളരെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്ന ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട്. ബാത്റൂം തന്നെ എല്ലാം അറ്റാച്ച്ഡ് ആയിരിക്കും. ഡോർമെറ്ററി ആയാലും റൂം ആയാലും എല്ലാത്തിലും ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് താമസത്തിനുണ്ടാവില്ല. വളരെ സുഖകരമായി ഉറങ്ങാൻ കഴിയുന്ന റൂമുകളാണ് നിങ്ങൾക്ക് നൽകുന്നത്. അതേപോലെ തന്നെ ക്യാമ്പിൽ നല്ല ബെഡും ബെഡ്ഷീറ്റും, നിങ്ങൾക്ക് പുതക്കാനുള്ള പുതപ്പും, ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ക്യാമ്പിൽ നൽകുന്നു. അതൊന്നും നിങ്ങൾ കൊണ്ടുവരേണ്ടതില്ല. പിന്നെ ചില ദിവസങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള തണുപ്പ്, ചില സീസണിൽ തണുപ്പ് ഉണ്ടാകുമ്പോൾ ആ തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് ഒരു വാം ക്ലോത്ത്, നിങ്ങളൊരു സ്വെറ്റർ പോലത്തെ, പിന്നെ നല്ലൊരു ഡ്രസ്സ്, കട്ടിയുള്ള ഒരു പുതപ്പും നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അങ്ങനെ തണുപ്പിനെ പ്രതിരോധിക്കാൻ അത്രയധികം ആവശ്യമുള്ള ആളുകൾക്ക് അങ്ങനെ കൊണ്ടുവരാവുന്നതാണ്. ബാക്കി എല്ലാ ആളുകൾക്കും വളരെ കംഫർട്ടായിട്ട് താമസിക്കാൻ കഴിയുന്ന സൗകര്യങ്ങൾ അവിടെ ക്യാമ്പിൽ തന്നെ നമ്മൾ നൽകും. അതുകൊണ്ട് പിന്നെ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ഫാമിലികൾക്കാണ് നമ്മൾ റൂമുകൾ കൊടുക്കുക. ഓരോ ബാച്ചിലും നമ്മൾ 15 to 20 ആൾക്കാരെയാണ് ഒരു ബാച്ചിൽ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ഫാമിലികൾക്ക് റൂമുകൾ അവൈലബിൾ ആയിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ റൂം ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഡോർമെറ്ററി അക്കോമഡേഷൻ എടുക്കേണ്ടി വരും. ഇനി ഡോർമെറ്ററി അക്കോമഡേഷൻ എന്ന് പറയുന്നതും വളരെ കംഫർട്ടാണ്. നിങ്ങൾ യാതൊരു തരത്തിലും ബുദ്ധിമുട്ട് വിചാരിക്കരുത്. നമ്മൾ കഴിഞ്ഞ 10 വർഷമായിട്ട് ക്യാമ്പുകൾ നടത്തുന്നതിൽ, കഴിഞ്ഞ ഒരു 9 വർഷത്തോളവും ക്യാമ്പുകൾ നടത്തിയത് ഡോർമെറ്ററി അക്കോമഡേഷൻ മാത്രം കൊടുത്തിട്ടാണ്. റൂമുകൾ കൊടുക്കാറില്ലായിരുന്നു. കാരണം ക്യാമ്പിൽ എല്ലാവരും ഒത്തൊരുമിച്ച് മിങ്കിൾ ചെയ്ത് പരസ്പരം പരിചയപ്പെട്ട് ഒരുമിച്ച് താമസിക്കുക, ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് നമ്മൾ കാണുന്നത് ക്യാമ്പിൻ്റെ വിജയത്തിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ റൂമിലേക്ക് ഓരോരുത്തരായിട്ട് അങ്ങ് ഒതുങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു മിങ്കിളിങ്, ക്യാമ്പിൻ്റെ ഒരു ഗ്രൂപ്പ് ഡൈനാമിക്സ് വർക്ക് ചെയ്യില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ പ്രധാനമായിട്ടും ഡോർമെറ്ററി അക്കോമഡേഷൻ മാത്രമാണ് എല്ലായിടത്തും കൊടുത്തിരുന്നത്. പിന്നെ ഈ അടുത്ത കാലത്തായിട്ട് ആളുകൾക്ക് പലതരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളും അങ്ങനെയുള്ള പല വ്യക്തിപരമായിട്ടുള്ള പല കാരണങ്ങളാൽ ആളുകൾക്ക് കുറച്ച് പ്രൈവസി വേണം എന്നുള്ള അവസ്ഥയൊക്കെ വന്നപ്പോഴാണ് അങ്ങനെ ആളുകൾ നിരന്തരം പലരും ചോദിക്കുന്നത് കൊണ്ട് ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ കുറച്ച് റൂം സൗകര്യങ്ങൾ കൂടി ആക്കിയിട്ടുള്ളത്. എന്നാൽ ഡോർമെറ്ററി അക്കോമഡേഷൻ ഏറ്റവും കംഫർട്ടായിട്ടുള്ള അക്കോമഡേഷൻ തന്നെയാണ്, യാതൊരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ നമ്മുടെ പുകയൂണി ഇക്കോ ഫാം എന്ന് പറയുന്ന നമ്മുടെ ഫാമിൻ്റെ ഒരു ഭംഗിയുണ്ട്. അതേപോലെ തന്നെ അവിടുത്തെ വളരെ ശാന്തമായിട്ടുള്ള, നിശബ്ദമായിട്ടുള്ള, ശബ്ദമലിനീകരണങ്ങളൊന്നുമില്ലാത്ത, ശുദ്ധമായിട്ടുള്ള വായു കിട്ടുന്ന, വെള്ളം കിട്ടുന്ന, നല്ല സുഖകരമായിട്ടുള്ള കാലാവസ്ഥയുള്ള ഒരിടമാണ് നമ്മുടെ പുകയൂണി ഇക്കോ ഫാം. ഒരു ഹിൽ ടോപ്പിലാണ് നമ്മുടെ ഈ ഫാം ഉള്ളത്. അപ്പോൾ അവിടെ നല്ല കാലാവസ്ഥയാണ്, നല്ല തണുപ്പാണ്, നല്ല കാറ്റ് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ സുഖകരമായിട്ട് നിങ്ങൾക്ക് ഏവർക്കും താമസിക്കാം. അപ്പോൾ നല്ലൊരു സുഖവാസത്തിനും കൂടി പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് പുകയൂണി ഇക്കോ ഫാം, ജോസ്ഗിരി എന്ന് പറയുന്ന സ്ഥലത്തെ പുകയൂണി ഇക്കോ ഫാം. അതുകൊണ്ട് ഏവർക്കും വളരെ റിലാക്സ്ഡ് ആയിട്ട് വരാം. നമ്മൾ ഇങ്ങനെയൊരു സ്ഥലത്ത് എന്തിനാണ് ക്യാമ്പ് നടത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ക്ലാസ് നൽകാനും ട്രെയിനിങ് പ്രോഗ്രാംസ് നൽകാനൊക്കെ നമുക്ക് എവിടെയെങ്കിലും ടൗണിൽ ഒരു ഹോട്ടൽ എടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാമ്പുകളും ക്ലാസ്സുകളൊക്കെ നമുക്ക് നടത്താം. ഇത്രയും ദൂരം നിങ്ങൾ ഇത്രയും കുന്നിൻ്റെ മുകളിലേക്കൊക്കെ കയറി വരുന്ന, ടൗണിൽ നിന്നൊക്കെ ഏകദേശം 50 കിലോമീറ്റർ മേലെ യാത്ര ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ എത്തേണ്ടതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് താമസിക്കേണ്ടതുണ്ട്.
നമ്മുടെ തിരക്കുകളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്നുകൊണ്ട് നമ്മുടെ ഈ എന്താ പറയേണ്ടത് മൊബൈൽ ഡിവൈസുകളും മറ്റ് അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും എല്ലാം മാറി നിന്നുകൊണ്ട് ഏറ്റവും കംഫർട്ടായിട്ട് നമ്മളൊന്ന് ഒരു 3-4 ദിവസം നിന്ന് മനസ്സിനെ ഒന്ന് റിലാക്സ്ഡ് ആക്കിയാൽ മാത്രമേ നമുക്ക് ഈ പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും നമ്മുടെ ശരീരത്തെക്കുറിച്ചും മനസ്സിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് ആലോചിക്കാനൊക്കെ നമുക്ക് പറ്റുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്പേസിൽ ക്യാമ്പ് നടത്തുന്നത്. നമ്മൾ ഹൈജീനിക്സ് ലൈഫിൻ്റെ ക്യാമ്പുകളെല്ലാം നമ്മൾ ഇത്തരം സ്പേസുകളിൽ മാത്രമേ നടത്താറുള്ളൂ. തിരക്കുകളിൽ നിന്നൊക്കെ മാറുന്നുള്ളൂ. ടൗണിൽ നിന്ന് മിനിമം ഒരു 50 കിലോമീറ്ററെങ്കിലും ദൂരെ യാത്ര ചെയ്ത് എത്താവുന്ന സ്ഥലത്ത്, അതും ശുദ്ധമായിട്ടുള്ള വായു കിട്ടുന്ന, ശുദ്ധമായിട്ടുള്ള വെള്ളം കിട്ടുന്ന, നല്ല ഭക്ഷണം, അതായത് നമ്മൾ മിക്കവാറും നമ്മുടെ ക്യാമ്പിൽ നൽകുന്ന ഭക്ഷണത്തിൻ്റെ ഒരു ഭൂരിഭാഗം ഭാഗവും ഓർഗാനിക് രീതിയിൽ, അതായത് ജൈവ കൃഷി രീതികളിലൊക്കെ അല്ലെങ്കിൽ പരിസ്ഥിതി സൗഹൃദ കൃഷി രീതികളിലൂടെ രാസവളവും കീടനാശിനിയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ചെയ്യുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ, അങ്ങനെയുള്ള കൃഷി ഉൽപ്പന്നങ്ങളാണ്, കാർഷിക ഉൽപ്പന്നങ്ങളാണ് പ്രധാനമായിട്ടും ഭക്ഷണത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ലഭ്യമായിടത്തോളം. ഓക്കെ, മാക്സിമം. അപ്പോൾ അത്തരത്തിലുള്ള ഭക്ഷണവും നല്ല കുടിവെള്ളം, യാതൊരു മലിനീകരണവും ഇല്ലാത്ത കുടിവെള്ളം നിങ്ങൾക്ക് അവിടെ കിട്ടും. ഏറ്റവും ശുദ്ധമായിട്ടുള്ള വായു കിട്ടും. യാതൊരു ശബ്ദ മലിനീകരണവും ഇല്ല. രാത്രിയുടെ ഭംഗി നന്നായിട്ട് ആസ്വദിക്കാം. അങ്ങനെ എല്ലാ രീതിയിലും വളരെ കംഫർട്ടായിട്ടുള്ള, പിന്നെ രാത്രി നമുക്ക് ക്യാമ്പ് ഫയർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഫാമിലിയായിട്ട് കുട്ടികളുമായിട്ട് വരുന്നവർക്കും വരാം. ആ രീതിയിലുള്ള താമസ സൗകര്യങ്ങളും നമ്മൾ ഈ 2024 ജനുവരി മുതൽ ഹൈജീനിക്സ് ലൈഫ് അക്കാദമിയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഏവരെയും നമ്മുടെ ക്യാമ്പിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നന്ദി.